എല്ലാവർക്കും നമസ്കാരം. വല്ലാത്തൊരു കാലത്താണ് നമ്മൾ കേരളീയർ ജീവിക്കുന്നത്. ആർക്കും ആരെയും വിശ്വാസമില്ല. വ്യക്തികളിലും പ്രസ്ഥാനങ്ങളിലുമുള്ള വിശ്വാസം വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് പോലെ ചെയ്യുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെയുള്ള സേവനം ചെയ്യാൻ വേണ്ടി ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥര് അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരിലും വിശ്വാസം പോരാ. പ്രതിസന്ധികളിൽ എല്ലാവരും ആശ്രയം വയ്ക്കുന്ന പോലീസിലും ഇന്ന് വിശ്വാസം കുറഞ്ഞു വരികയാണ്. ഇനി ആകെയുള്ള പ്രതീക്ഷ കോടതിയിലും അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിലുമാണ്. ഇപ്പോഴിതാ ആ മേഖലയിലും ഞെട്ടലും ലജ്ജയും ഉളവാക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന IAS ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും തമ്മിലടി നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും സംഭവിക്കാത്ത വിധത്തിലുള്ള തമ്മിലടിയാണ് അവർക്കിടയിൽ ഉണ്ടാകുന്നത്. ഏതായാലും ആ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ കാരണക്കാരായ 2 IAS ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്. IAS ഉദ്യോഗസ്ഥരെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിയെ പോലെയുള്ളവർ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നാടിന് ഗുണകരമാകും, ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകും. പരസ്പരം കലഹിക്കുന്ന ഉയർന്ന IAS ഉദ്യോഗസ്ഥർ തലമറന്ന് എണ്ണ തേക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളുടെ നേതാക്കന്മാരെ പോലെ വർത്തിക്കേണ്ടവരല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള IAS ഉദ്യോഗസ്ഥർ. അവരുടെ നിലയും പദവിയും മറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളവരല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് IAS ഉദ്യോഗസ്ഥരുടെ സഹായവും നിർദ്ദേശവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നത് അവർ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന്. അതായത് അവർ രാജ്യത്തിൻ്റെ ഉരുക്കു കോട്ട പോലെ വർത്തിക്കുന്നവരാണ്. രാഷ്ട്രീയ നേതാക്കന്മാരാണ് നയരൂപീകരണം നടത്തുന്നത് എങ്കിൽ പോലും അതിൻ്റെ ശരിയായ നിർവഹണം IAS IPS ഉദ്യോഗസ്ഥരിലൂടെയാണ് നടക്കുന്നത് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പൊതുഭരണത്തിൽ വലിയ ആദരവ് ജനങ്ങൾ കൽപ്പിക്കുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും കടുപ്പമുള്ള പരീക്ഷകൾ ജയിച്ചാണ് സിവിൽ സർവീസിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. ഒരു വർഷം രാജ്യത്ത് 180 IASകാരെയാണ് തിരഞ്ഞെടുക്കുക. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് ഏതാണ്ട് 9 ലക്ഷത്തോളം ആൾക്കാരാണ്. 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. 3 കടമ്പകൾ കടന്നാണ് അവർ ഈ പദവിയിലേക്ക് എത്തുന്നത്. പരീക്ഷ എഴുതുന്നവരിൽ IAS നേടുന്നത് 0.2% മാത്രമാണ്. അതിൽ നിന്ന് വ്യക്തമാകുമല്ലോ വളരെ വളരെ കുറച്ചാളുകൾക്കാണ് ഈ ഒരു സൗഭാഗ്യത്തിലേക്ക് കടന്നു വരാൻ കഴിയുക. ഇങ്ങനെ പരീക്ഷാ വിജയം നേടിയാലും അവർക്ക് മസൂറിയിൽ ഈ രാജ്യത്തെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുന്നതിന് ആവശ്യമായ പ്രത്യേക പരിശീലനവും ലഭിക്കുന്നുണ്ട്. ഈ പരിശീലനങ്ങളെല്ലാം നേടിയവരാണ് വിദ്യാഭ്യാസം ലവലേശം നേടാത്തവരെ പോലെ തരം താന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഈ ദിവസങ്ങളിൽ 2 IAS ഉദ്യോഗസ്ഥർക്ക് എതിരെ ഉണ്ടായ ആരോപണം എന്താണ്? അതിൽ ഒരാൾ, പേരൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. മറ്റൊരു IASകാരൻ തന്നേക്കാൾ സീനിയറായ ഉന്നത പദവിയിലുള്ള മറ്റൊരു IASകാരൻ എതിരായി ഫേസ്ബുക്കിലും വാട്സാപ്പിലും വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. ഇത് രണ്ടും സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നന്നായിട്ടറിയുന്നവരാണ് അവർ രണ്ടുപേരും. IASൻ്റെയൊക്കെ
സർവീസ് ചട്ടപ്രകാരം അവർക്ക് ഒരു പുസ്തകം എഴുതണമെങ്കിൽ പോലും സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളിടത്താണ് സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പ്രത്യക്ഷപ്പെടുന്നത്. ചിലരെങ്കിലും സോഷ്യൽ മീഡിയയെ ശത്രു സംഹാരത്തിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് സർക്കാരിനെയും ഭരണഘടനയെയും പൊതുസമൂഹത്തെയും ഒക്കെ സേവിക്കേണ്ടുന്ന ഉന്നതാധികാരമുള്ള ഈ ഉദ്യോഗസ്ഥ വൃന്ദം വലിയ ജാഗ്രതയോടുകൂടി വർത്തിക്കുകയും എല്ലാവർക്കും മാതൃകയായി തീരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രിയെപ്പോലെ അധികാര സ്ഥാനത്തുള്ളവർ അവരെ നിയന്ത്രിച്ചേ മതിയാകൂ. എന്തുകൊണ്ടാണ് ഈ ഉന്നത അധികാരികൾ ഇതുപോലെ അടിഞ്ഞാട്ടം നടത്തുന്നത് എന്നും നമ്മൾ ചിന്തിക്കണം. അവർ സ്വമേധയാ ചെയ്യുന്നതാണ് എന്ന് കരുതാനാവില്ല. പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവരോട് ചേർന്ന് നിന്നാൽ സംരക്ഷണം കൊടുക്കും. ഈ സംരക്ഷണത്തിൻ്റെ സ്വാദനുഭവിച്ചിട്ടുള്ളവരാണ് അടിഞ്ഞാട്ടത്തിലേക്ക് വരുന്നത്. IAS ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ IPSകാർ, ഇവരൊക്കെ നട്ടെല്ലോടെ നിവർന്നു നിൽക്കേണ്ടവരാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്, അറിവുണ്ട്, അധികാരമുണ്ട്, എല്ലാ സംരക്ഷണ വലയവും അവർക്ക് ചുറ്റുമുണ്ട്. അവർ ആർക്കും അടിമയാകാൻ പാടുള്ളതല്ല. അവർ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവരും രാജ്യത്തിൻ്റെ വികസനത്തിൽ നേതാക്കന്മാരോട് അണിചേരേണ്ടവരുമാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ തങ്ങളുടെ കീഴിലുള്ളവരെന്ന് കരുതി നേതാക്കന്മാർ ചെറുതാക്കുന്നതും ശരിയല്ല. അവരെ അവരുടെ ദൗത്യനിർവഹണത്തിന് സ്വാതന്ത്ര്യം നൽകി വിടുകയാണ് വേണ്ടത്. അവരവരുടെ ദൗത്യം സേവനമാകയാൽ അത് നിർവഹിക്കുക തന്നെ വേണം.